ശ്രീ സുരേഷ് കുമാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അദ്ദേഹമാണ് കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധന കൃത്യമായി നടക്കുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അധികകാലം നമുക്ക് മറച്ചു വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടന്നു വരികയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദേവസ്വം ബോർഡ് ഈശ്വര വിശ്വാസമാണ് രാജ്യ ഭരണത്തിനുള്ള അളവുകോൽ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂർവാശ്രമ അദ്ദേഹത്തിനൊരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഏറ്റവും വലിയ ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്ന ഒരാളാണ് രാജ്യം ഭരിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് ഈ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്നിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം മാറി പുതിയൊരു ലാവണത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ നോക്കിയാലും വലിയ ഈശ്വരവിശ്വാസികളാണ് രാജ്യം ഭരിച്ചിരുന്നത്. 974 അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ നിർബന്ധിത വന്ധ്യംകരണവും അതുപോലുള്ള ജനദ്രോഹപരമായിട്ടുള്ള നടപടികളും ന്യൂനപക്ഷ വേട്ടയുമൊക്കെ നടന്നത് ആ ഈശ്വരവിശ്വാസികൾ രാജ്യം ഭരിച്ചപ്പോഴാണ്. അതുപോലെ തന്നെ സിഖ് കലാപം നടന്നത് ഈ ഈശ്വരവിശ്വാസികൾ രാജ്യം ഭരിക്കുമ്പോഴാണ്. ഇവിടെ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെ ഈശ്വരവിശ്വാസത്തിൻ്റെ അളവുകോലുമായി നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെൻഷൻ വർദ്ധിപ്പിച്ച ഈ നാട്ടിലെ പാവങ്ങളോട് സഹാനുഭൂതിയോടുകൂടി ഇടപെടുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മുട്ടാത്തർക്കം ന്യായങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ആധാരമെന്ന് പറയുന്നത്, അടിസ്ഥാനമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കയ്യകലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന രാഷ്ട്രീയ അധികാരത്തിൻ്റെ വേവലാതിയാണ്. അത് നിങ്ങൾ ഇങ്ങനെയാണ് തുടർച്ചയായി കരഞ്ഞു തീർത്തുകൊണ്ടേയിരിക്കും. ദേവസ്വം ബോർഡ് അന്വേഷണം ആവശ്യപ്പെടുമോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്വേഷണം ആവശ്യപ്പെടുകയോ പരാതി കൊടുക്കേണ്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ഉറപ്പായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വരുമ്പോൾ അതിൽ നിന്നും ഒരു അധികാരത്തിലിരിക്കുന്നയാളിനും ഇത് കാണാതെ മുഖം തിരിഞ്ഞു പോകാൻ വേണ്ടി കഴിയുകയില്ല. സ്വാഭാവികമായും തുടരന്വേഷണവും തുടർ പ്രവർത്തനങ്ങളും ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ബോഡി ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായേ മതിയാകൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വരിക തന്നെ ചെയ്യും. വരാതെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഓരോ കാര്യങ്ങളായി പുറത്തു വരികയല്ലേ. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് അവർ വളരെ കൃത്യമായി പറയുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. ഇവിടെ ഫോട്ടോയാണ്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾ ഏതെങ്കിലും നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ആധാരമെങ്കിൽ ഇനി എത്രയോ ഫോട്ടോകൾ വരാൻ കിടക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയ നേതാക്കന്മാരുമായിട്ട് പോലും അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോയും സഹവാസത്തിന്റെ ചരിത്രവും ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി എന്നൊന്നും പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്, സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്, അടൂർ പ്രകാശിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, അങ്ങനെ പലരോടും ഒപ്പം പലയിടങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഇത് നോക്കൂ, ഇപ്പൊ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന ആളുകൾ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഫോട്ടോ ഇപ്പൊ നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി നിൽക്കുകയാണ്, അവിടെ വരുന്ന ആളുകളെ മുഴുവൻ വ്യക്തിപരമായി അദ്ദേഹം ക്ഷണിച്ചിട്ടൊന്നും ആയിരിക്കില്ല. സോണിയാഗാന്ധിയും അങ്ങനെ തന്നെ ആയിരിക്കില്ല. പക്ഷെ ആ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്ത് ഇങ്ങനെ ഒരാൾക്ക് ഇത് സാധ്യമാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. മാധു, ഈ ചർച്ച സെലക്റ്റീവ് ആകുന്നു എന്ന് ഞാൻ പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയം. ഇതിൻ്റെ ഇൻട്രോയിൽ പോലും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ എന്നതിനപ്പുറത്തേക്ക് സോണിയാഗാന്ധിയോ അടൂർ പ്രകാശോ പരാമർശ വിധേയമായിട്ടില്ല എന്നുള്ളത് ഈ ഇത്തരം ചർച്ചകളുടെ സെലക്റ്റീവ് എന്ന ഭാഗത്തെ കാണിക്കുന്നതാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൊസിഷൻ ഒരു പ്രാധാന്യമുണ്ട്. A മുതൽ Z വരെയുള്ള എല്ലാവരുടെയും പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് പറയാനും പരാമർശിക്കാനും പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് കടുംപിടുത്തമാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൊസിഷൻ ഒരു പ്രത്യേകത ഇല്ലെന്ന് അങ്ങ് പറയൂ. അല്ല, എനിക്ക് കടംപിടുത്തമില്ല. ഈ ചർച്ചയിലെ അങ്ങ് ദേശീയ നേതാവിനെ പറഞ്ഞുള്ളൂ. ഞാനാണ് സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും പേര് പറഞ്ഞത്. എനിക്ക് ഉണ്ടായിരുന്ന പോരെ? ഞാനത് പറയാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? സോണിയാഗാന്ധിയും അടൂർ പ്രകാശും പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രൂപത്തിലുള്ള എല്ലാ കൊള്ളത്തരങ്ങളും കാണിച്ചതെന്നുള്ളത് എനിക്ക് സമർത്ഥിക്കാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ആ രൂപത്തിൽ മാധു പറഞ്ഞൊന്നുമല്ല, BJPയുടെ പ്രതിനിധി അടിവരയിട്ട് പറഞ്ഞു, ഫോട്ടോയെ സംബന്ധിച്ചുള്ള കാര്യം അടിവരയിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്രയോ ഫോട്ടോ വരാനിരിക്കുന്നു. അങ്ങനെ ഈ ഫോട്ടോ ഒക്കെ വന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ആരാ?
അവതാരങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാരാ? അവതാരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ ഉപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല ഒറ്റ വരി ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ആളുകളുടെ പ്രചോദനത്താലാണോ ഇദ്ദേഹം ഇത് ചെയ്തതെന്നാണോ BJP-യുടെ? അയ്യോ അല്ല, അദ്ദേഹത്തിന്റെ ആവശ്യമാണിത്. BJP എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങ് ശ്രീ ശങ്കുട്ടിദാസിനോട് ചോദിച്ചോളൂ. നാട്ടിലുള്ള മുഴുവൻ പ്രഗത്ഭരുടെയും പ്രസക്തിയുള്ളവരുടെയും കൂടെ നിന്ന് ഈ ഫോട്ടോ എടുത്ത് അതൊക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു കാര്യമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്.